ഫിഫ ലോകകപ്പിലേറെ പ്രതീക്ഷയോടെ വന്ന ജർമ്മനിക്കും നെതർലൻഡ്സിനും പെനാൽറ്റി ഷൂട്ടൌട്ട് ദുരന്തം. ജർമ്മനി പരാഗ്വേയോടും നെതർലൻഡ്സ് മൊറോക്കോയോടും ഷൂട്ടൌട്ടിൽ തോറ്റ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായി. ജർമ്മനിയുടെ ഷൂട്ടൌട്ട് സക്സസിന് ഫൈനൽ വിസിൽ. നെതർലൻഡ്സിന് മുന്നിൽ വീണ്ടും ഷട്ടറിട്ട ഷൂട്ടൌട്ട്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പിഴച്ച ലോകകപ്പിൽ നിന്ന് പുറത്ത്. പരാഗ്വേയുടെ പിന്നിൽ നിന്ന് പൊരുതിക്കയറി പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിയപ്പോൾ ജർമ്മനിയുടെ കോൺഫിഡൻസ് ഹൈ ലെവലിൽ. ലോകകപ്പിൽ ഇതിനു മുമ്പ് നേരിട്ട 4 ഷൂട്ടൌട്ടിലും വീണിട്ടില്ലെന്ന ചരിത്രത്തിലായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ജർമ്മനിയുടെ 5 ഗോൾ അവസരങ്ങളെ തടുത്തിട്ട പരാഗ്വൻ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ വലയ്ക്ക് മുന്നിൽ മഹാമേരുവായി. കൈ ഹവേർട്സിനെയും നിക് വോൾട്ട്മെന്റിനെയും തടുത്തിട്ടു. പരാഗ്വയ്ക്കും 2 കിക്കിൽ പിഴച്ചതോടെ മത്സരം സഡൻ ഡെത്തിൽ. 6ാം കിക്കിൽ ജർമ്മനിയുടെ ജൊനാഥൻ ടായുടെ പന്ത് ബഹിരാകാശത്തേക്ക് പറന്നപ്പോൾ ഹോസെ കനാലെ പരാഗ്വയ്ക്ക് ചരിത്രത്തിലെ ആദ്യ നോക്കൌട്ട് ജയം സമ്മാനിച്ചു. തുടർച്ചയായ 3ാം ലോകകപ്പിലും ഷൂട്ടൌട്ടിൽ വീണ നെതർലാൻഡ്സ് ഇത്തവണ മാർവലസ് മൊറോക്കോയ്ക്ക് മുന്നിൽ. കോഡി ഗക്പോയിലൂടെ മുന്നിലെത്തിയ ഓറഞ്ച് പടയുടെ നെഞ്ച് തകർത്ത ഇഞ്ചുറി ടൈമിൽ ഇസാ ഡിയോപ്പിലൂടെ ഒപ്പമെത്തി മൊറോക്കോ. ഷൂട്ടൌട്ടിൽ ഓറഞ്ച് നിരയിലെ 3 പേർക്ക് പിഴച്ചപ്പോൾ തകർപ്പൻ സ്റ്റോപ്പിലൂടെ മൊറോക്കോയുടെ ഹീറോയായി ഒരിക്കൽ കൂടി യാസിൻ ബോണോ. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ കാനഡയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.